എപ്പോഴേലും പെട്ടുപോയിട്ടുണ്ടോ? എനിക്കറിയാം ഒട്ടുമിക്ക പേരും പെട്ടുപോകാറുണ്ട്. എന്റെ സ്പെഷ്യാലിറ്റി തന്നെ പെട്ടുപോകലാണ്. പാരന്റ്സിന്റെ ട്രസ്റ്റിൽ പെട്ടുപോകും. ഈ ഗുഡ് ഗേൾ എന്ന വാക്ക് നിലനിർത്താൻ വേണ്ടി പെട്ടുപോകും. പ്രേമം, സ്നേഹം, കടം, സൗഹൃദം ഇതിലെല്ലാം പെട്ടുപോയിട്ടുണ്ടാവും. എന്തിനേറെ പറയണം, സ്വപ്ന സാക്ഷാത്കാരം എന്നും പറഞ്ഞ് യൂറോപ്പിൽ വന്നിട്ട് വരെ ആദ്യ നാളുകളിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ട്. ഈ ജഡ്ജ്മെന്റുകളെ ഭയന്നിട്ടാണ് നമ്മൾ പല കാര്യത്തിലും പെട്ടുപോകാറ്. ഐ ഡോണ്ട് കെയർ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ശരിക്കും നമുക്ക് അങ്ങനെയാണോ? ഇതുപോലെ ഇപ്പോഴും പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. 2 days ആയിട്ട് ഞാൻ നല്ല കട്ട ബിസി ആയിരുന്നു. വീട്, ജോലി, ക്ലാസ്, ജിം. ടോട്ടലി ഡ്രെയിൻ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഘനമായിട്ട് കഴിക്കാം. ചിക്കൻ സാലഡ്. കൈ കിട്ടിയ എല്ലാ വെജിറ്റബിൾസും നിങ്ങൾക്ക് ഇതിലിടാം. ഒരു പാന് വെച്ച് ആവശ്യത്തിനുള്ള ബട്ടർ ഇടാം. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് മഷ്റൂം, ബ്രക്കോളി, സ്വീറ്റ് കോൺ, ക്യാരറ്റ്. ലേശം ഉപ്പും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. മൂടി വെച്ച് നന്നായി വെന്ത് വന്നതിന് ശേഷം വേവിച്ച് ചെറിയ പീസാക്കിയിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റും കൂടി ഇതിലോട്ട് ഇടാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ സാലഡ് റെഡിയായി. എല്ലാം എടുത്ത് വെച്ച് നേരെ ജിമ്മിൽ പോകാൻ വേണ്ടി റെഡിയായി. പ്രീ വർക്കൗട്ട് മിസ് ചെയ്യരുതെന്ന് എന്റെ മാസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പഴം എടുത്ത് ബാഗിലിട്ട് വഴി കൂടെ നടന്നു കഴിച്ചു. ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. കുളിയൊക്കെ കഴിഞ്ഞ് 2 slices ഓഫ് ബ്രെഡും ചിക്കൻ സാലഡും കൂടെ കഴിച്ചു. നാളെ മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേ നമുക്ക് എന്നും സ്പെഷ്യൽ ആയിരിക്കും. കറക്റ്റ് 12 മണിയായപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഗേളിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കട്ടിങ്, ഒരു കുഞ്ഞു ഗിഫ്റ്റും കൂടെ കൊടുത്തപ്പോൾ ആള് ഹാപ്പി, ഞാനും ഹാപ്പി. ബാക്കി നാളെ.